ഈശോയുടെ സമാധാനം നമ്മുടെ ഹൃദയങ്ങളെ ഭരിക്കട്ടെ. നമ്മൾ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് 1995 തേവരയിൽ വെച്ച് വിക്ടർ നടത്തിയ ബൈബിൾ ക്ലാസ്സിൻ്റെ തുടർച്ചയായിട്ടുള്ള ഭാഗങ്ങളാണ്. ദൈവഹിതപ്രകാരമുള്ള പശ്ചാത്താപം നമ്മളിലുണ്ടാകുമ്പോൾ നമ്മളിൽ വരുന്ന വ്യത്യാസങ്ങളെക്കുറിച്ചും അതിലൂടെ നമ്മൾ ക്രിസ്തുവിലേക്ക് അടിക്കടി രൂപാന്തരപ്പെട്ടുകൊണ്ട് വരുന്നതിനെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കുകയായിരുന്നു. വിശുദ്ധി എന്താണ്? നാവിനെ നിയന്ത്രിക്കുമ്പോൾ, കണ്ണുകളെ നിയന്ത്രിക്കുമ്പോൾ, കാലുകളെ നിയന്ത്രിക്കുമ്പോൾ, നമ്മെ തന്നെ നമ്മൾ നിയന്ത്രിക്കാൻ പഠിക്കുമ്പോൾ യേശുവിൻ്റെ വിശുദ്ധി നമ്മിലേക്ക് വർഷിക്കപ്പെടുന്നു. ദൈവസ്നേഹം നമ്മളിലേക്ക് വർഷിക്കപ്പെടുന്നു. മാനസാന്തരത്തിലൂടെ മാത്രമാണ് ഇതെല്ലാം നമുക്ക് സംഭവിക്കുക. മാനസാന്തരം നമ്മളിൽ ഉണ്ടാകുമ്പോൾ ക്രിസ്തുവിൻ്റെ മനസ്സിലേക്ക് അവിടെ നമ്മളെ കൊണ്ടുപോവുകയാണ്. ക്രിസ്തീയ രഹസ്യങ്ങൾ നമ്മളെ അവിടുന്ന് പഠിപ്പിച്ചു തരികയാണ്. അപ്പോഴാണ് നമ്മുടെ ബാഹ്യ കണ്ണുകൾ അടച്ചുകൊണ്ട് ആന്തരിക നേത്രങ്ങൾ തുറക്കപ്പെടുന്നത്. ഈ ആന്തരിക നേത്രങ്ങൾ നമുക്ക് തുറന്നു കിട്ടുമ്പോഴാണ് ദൈവവചനത്തിൻ്റെ ആഴങ്ങളിലേക്ക് നമുക്ക് പോകാൻ സാധിക്കുക. ഈ വിശുദ്ധ ലിഖിതമെല്ലാം ദൈവനിവേശിതമാണ്. ദൈവനിവേശിതമായി വചനത്തിനെ പ്രാപിക്കുവാൻ നമുക്ക് സാധിക്കുന്നത് ദൈവഹിതപ്രകാരമുള്ള പശ്ചാത്താപം. ക്രിസ്തുവിനെ നമ്മൾ രക്ഷകനും നാഥനും കർത്താവും ദൈവവുമായി സ്വീകരിക്കുന്നതാണ് ദൈവഹിതപ്രകാരമുള്ള പശ്ചാത്താപം. ആ യേശുവിനെ നമ്മുടെ കർത്താവും ദൈവവുമായി സ്വീകരിക്കുമ്പോൾ ദൈവസ്നേഹത്തിലേക്ക് നമ്മൾ പൂർണ്ണത പ്രാപിക്കുകയാണ്. വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ പറയുന്നുണ്ട്. 1 യോഹന്നാൻ 4:7 മുതലുള്ള തിരുവചനത്തിൽ എഴുതിയിട്ടുണ്ട്. അതിൽ നമ്മൾ 15-ാം തിരുവചനത്തിൽ വായിക്കുമ്പോൾ മനസ്സിലാകും, യേശു ദൈവപുത്രനാണെന്ന് ഏറ്റു പറയുന്നവനിൽ ദൈവം വസിക്കുന്നു, അവൻ ദൈവത്തിലും വസിക്കുന്നു. ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം നാം അറിയുകയും അതിൽ നാം വിശ്വസിക്കുകയും ചെയ്തിരിക്കുന്നു. ദൈവം സ്നേഹമാണ്. സ്നേഹത്തിൽ വസിക്കുന്നവൻ ദൈവത്തിലും ദൈവം അവനിലും വസിക്കുന്നു. 15-ാം വാക്യത്തിൽ പറയാണ്, യേശു ദൈവപുത്രനാണെന്ന് ഏറ്റു പറയുന്നവനിൽ ദൈവം വസിക്കുന്നു, അവൻ ദൈവത്തിലും വസിക്കുന്നു. ഈശോ ദൈവപുത്രനാണ് എന്നുള്ള ആന്തരിക വെളിപ്പെടുത്തലുകൾ നമ്മുടെ ആന്തരിക ആത്മാവായ യേശുവിനെ ദൈവപുത്രനായി സ്വീകരിക്കുമ്പോഴാണ് നമ്മളിൽ മനസ്സാന്തരം സംഭവിക്കുക. നമ്മളിൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങൾ സംഭവിക്കുന്നത് ഈശോ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ് എന്നുള്ള സത്യം നമ്മൾ പ്രഖ്യാപിക്കുമ്പോഴാണ്, നമ്മുടെ ഹൃദയം ഏറ്റുപറയുമ്പോഴാണ്. അതാണ് വിശുദ്ധ പൗലോസ് പറയുന്നില്ലേ റോമാക്കാർക്കെഴുതിയ ലേഖനം 10-ാം അധ്യായം 9-10 തിരുവചനത്തിൽ, ആകയാൽ യേശു കർത്താവാണ് എന്ന് അധരങ്ങൾ കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചുവെന്ന് ഹൃദയത്തിൽ നമ്മൾ വിശ്വസിക്കുകയും ചെയ്യുമ്പോഴാണ് നമുക്ക് രക്ഷ പ്രാപിക്കാൻ സാധിക്കുക. യേശു കർത്താവാണ് എന്ന അധരം കൊണ്ട് ഏറ്റുപറയുക. ആ യേശു ക്രിസ്തുവിനെ ഏറ്റുപറയുന്നതാണ്. യേശു ക്രിസ്തുവിനെ ഹൃദയത്തിൽ നമ്മൾ പൂർണ്ണ ഹൃദയത്തോടെ സ്വീകരിക്കുന്നതാണ് നമ്മിൽ വരുന്ന മാനസാന്തരം. ആ ഒരു മാനസാന്തരമാണ് പിതാവിനാൽ ആകർഷിക്കപ്പെട്ട് നമുക്ക് ലഭിക്കുക. ഈശോ പറയുന്നുണ്ട്, എൻ്റെ പിതാവിനാൽ ആകർഷിക്കപ്പെടാതെ ആർക്കും എൻ്റെ അടുത്തേക്ക് വരുവാൻ സാധിക്കുകയില്ല. ഈശോയാൽ പിതാവായ ദൈവത്താൽ ആകർഷിക്കപ്പെടുകയാണ്. അപ്പോൾ ഈ ഒരു ക്രിസ്തുവിനെയാണ് നമുക്ക് ലഭിക്കേണ്ടത്. അല്ലെങ്കിൽ നമ്മൾ കാര്യസാധ്യത്തിൻ്റെ പിന്നാലെയുള്ള ഓട്ടമാണ്, ലൗകികമായ പശ്ചാത്താപമാണ് അല്ലെങ്കിൽ നമ്മൾക്കുണ്ടാകുക. ലോകവസ്തുക്കൾ ലഭിക്കുവാൻ, മറ്റു കാര്യസാധ്യങ്ങൾ നമ്മളിൽ ഉണ്ടാകുവാനുള്ള പശ്ചാത്താപം അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പിന്നാലെയുള്ള നമ്മുടെ ഓട്ടം വ്യർത്ഥമാണ് എന്നാണ് വിശുദ്ധ ലിഖിതം പറയുക. സത്യത്തിൽ നമ്മൾ ആ ഈശോയെ സ്വന്തമാക്കണം, ആ നല്ല ഹൃദയത്തെ സ്വന്തമാക്കണം. അവിടെയാണ് ഈശോയ്ക്ക് വന്ന് വസിക്കാൻ സാധിക്കുക. വിക്ടറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഈ വചനത്തിൻ്റെ ക്ലാസ്സുകൾ എടുക്കുമ്പോൾ അതെപ്പോഴും കണക്റ്റ് ചെയ്യപ്പെട്ടുകൊണ്ടേയിരിക്കുന്നതാണ്. നമ്മൾ തുടർച്ചയായിട്ട് വിക്ടറിൻ്റെ തേവരയിൽ നടത്തിയ ബൈബിൾ ക്ലാസ് കേട്ട് വരികയായിരുന്നു. അതിൻ്റെ ബാക്കി ഭാഗങ്ങളായിട്ട് നമ്മൾ വായിക്കുമ്പോൾ മനസ്സിലാകും വിശുദ്ധിയുടെ ശക്തിയെക്കുറിച്ച്. ദൈവഹിതപ്രകാരമുള്ള പശ്ചാത്താപം നമ്മിൽ വരുമ്പോൾ വിശുദ്ധി നമ്മൾ പാലിക്കണം എന്ന് അദ്ദേഹം ശക്തമായിട്ട് പറയുകയാണ്. കൃപ കിട്ടണമെങ്കിൽ ആദ്യം വിശുദ്ധിയിൽ വരണം.
വിശുദ്ധിയിലാണ് ഈശോയുടെ ഇരിപ്പിടം. വിശുദ്ധിയിൽ ജീവിക്കുവാൻ തുടങ്ങിയാൽ കർത്താവിലായി. അതുകൊണ്ടാണ് വിശുദ്ധ പത്രോസ് പറയുന്നത്, 1 പത്രോസ് 1:15-16, നിങ്ങളെയെല്ലാം വിളിച്ചിരിക്കുന്നത് വിശുദ്ധിയിലേക്കാണെന്ന്. 1 തെസ്സലോനിക്ക 4:3-7 വരെ അശുദ്ധിയിലേക്കല്ല, വിശുദ്ധിയിലേക്കാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത് എന്ന് വിശുദ്ധ പൗലോസും പറയുന്നു. വിശുദ്ധി തുടങ്ങുമ്പോഴാണ് ഈശോ വന്ന് വാസമുറപ്പിക്കുന്നത്. എന്തെങ്കിലും വെറുപ്പോ വൈരാഗ്യമോ ഹൃദയത്തിൽ വന്നാൽ വിശുദ്ധി നഷ്ടപ്പെട്ടു പോകും. ഹെബ്രായർ 12:14-16 വരെ. ഈശോയിലേക്ക് അടുക്കും തോറും വിശുദ്ധിയിലേക്കാണ് വരുന്നത്. 4 വർഷം വചനം കേട്ട് വരുമ്പോഴാണ് വിശുദ്ധിയിൽ ജീവിക്കുവാൻ സാധിക്കുന്നത്. ദാനിയേൽ പ്രവാചകൻ്റെ പുസ്തകം 12-ാം അധ്യായം 12-ാം വാക്യം. ഞാൻ മുമ്പ് ഇവിടെ വന്നപ്പോൾ ദാനിയേൽ 12:12 എത്ര ദിവസമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. 1335 ദിവസം വിശുദ്ധിയിൽ ജീവിച്ചാൽ നമ്മൾ ജയിച്ചു. അല്ലാത്തവർ അതേപടി ഇരിക്കും. ധ്യാനം കൂടിയിട്ട് 25 വർഷമായാലും പ്രാർത്ഥനക്കാരാണ് എന്ന് പറഞ്ഞു നടക്കും. കൃപയിലായിരിക്കുകയില്ല. കുറച്ച് കഴിയുമ്പോൾ പിശാച് കൊണ്ടുപോകും. പാപം ചെയ്തിട്ട് പ്രാർത്ഥനക്കാരാണെന്ന് പറയുകയും ചെയ്യും. അവർ തലയിൽ കൈവച്ചാൽ പിശാചാണ് വരുന്നത്. കൈവെപ്പ് പ്രാർത്ഥന വലിയ കൃപയാണ്. ഞാൻ ആദ്യം ഇത് പറഞ്ഞപ്പോൾ എല്ലാവരും എന്നെ എതിർത്തു. എന്നാൽ ഇപ്പോൾ അത് എല്ലാവർക്കും മനസ്സിലായി വരുന്നുണ്ട്. ദാനിയേൽ 13:50 കൈവെപ്പ് പ്രാർത്ഥന ഒരു ശ്രേഷ്ഠ കൃപയാണ്. അതുകൊണ്ട് വെറുതെ ആരെക്കൊണ്ടും തലയിൽ കൈവെപ്പിക്കരുത്. അത് ദൈവത്തിൻ്റെ ദാനമാണ്, കൃപയാണ്. 1 തിമോത്തി 4:14 കൈവയ്ക്കുമ്പോൾ 3 ശക്തികളാണ് വരുന്നത്. 2 തിമോത്തി 1:6-8 വരെ. ദൈവസ്നേഹവും ദൈവശക്തിയും ആത്മനിയന്ത്രണവും. കൈവയ്ക്കുന്നവർ പരിപൂർണ വിശുദ്ധി പാലിച്ചിരിക്കണം. 1 തിമോത്തി 5:22-23. ചിലരുടെ പാപം വേഗം വെളിപ്പെടും, ചിലരുടേത് കുറച്ച് കഴിഞ്ഞേ വെളിപ്പെടുകയുള്ളൂ. ഞങ്ങൾ ഇന്ന് ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഒരു സ്ഥലത്ത് കയറി. അവിടെ 2 സഹോദരിമാർ ഉണ്ടായിരുന്നു. അവർ കർത്താവിൽ വരുവാൻ ആഗ്രഹമുള്ളവരായിരുന്നു. കുറച്ച് വർഷമായി അവർ പ്രാർത്ഥനയുമായി നടക്കുകയാണ്. അവർ യേശുവിനെ കാണുകയോ അറിയുകയോ ചെയ്തിട്ടില്ല. കൃപയിലും വന്നിട്ടില്ല. അവർക്ക് ഭർത്താവിനെ സ്നേഹിക്കുവാൻ കഴിയുന്നില്ല. ആദ്യം ഭർത്താവിനെ സ്നേഹിച്ച് എളിമപ്പെട്ട് നിന്നാലേ കർത്താവിൻ്റെ കൃപയിൽ വരികയുള്ളൂ. 1 പത്രോസ് 3:1 വാക്യം. എഫെസൊസ്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 22-ാം വാക്യം. അവർ ഇതൊന്നും അറിയാതെ നടക്കുകയാണ്. 1 കൊറിന്തോസ് 7:1-6 വരെ. 1 കൊറിന്തോസ് 7:10-16 വരെ. ഈ വചനങ്ങൾ പാലിച്ചാലേ ഭാര്യ ഭർത്താക്കന്മാർ കൃപയിൽ വരികയുള്ളൂ. ഇപ്പോൾ നമ്മൾ കേൾക്കുകയായിരുന്നു വിറ്റുപേർ പറഞ്ഞ വചന ക്ലാസ്സിൽ വിശുദ്ധി പാലിക്കുമ്പോൾ നമ്മളിലുണ്ടാകുന്ന വ്യത്യാസങ്ങൾ. അതിൽ പറയുകയാണ്, വിശുദ്ധി തുടങ്ങുമ്പോഴാണ് ഈശോ വന്ന് നമ്മിൽ വാസമുറപ്പിക്കുന്നത്. 1 തെസ്സലോനിക്ക 5:4-7 വരെയുള്ള തിരുവചനത്തിൽ വിശുദ്ധ പൗലോസ്ലീഹ പറയുന്നതാണ്, അശുദ്ധിയിലേക്കല്ല വിശുദ്ധിയിലേക്കാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. ആ വിശുദ്ധിയിലേക്ക് നമ്മൾ വരണം. വിശുദ്ധ പത്രോസ്ലീഹയും പറയുന്നുണ്ട്, 1 പത്രോസ് 1:15-16 നിങ്ങളെ വിളിച്ചവൻ പരിശുദ്ധനായിരിക്കുന്നത് പോലെ എല്ലാ കാര്യങ്ങളിലും നിങ്ങളും പരിശുദ്ധരായിരിക്കുവിൻ. ഈ പരിശുദ്ധി നമ്മിൽ വരുവാൻ ബ്രദർ പറയുകയാണ്, നമ്മളൊരു 4 വർഷമെങ്കിലും കർത്താവിനോട് കൂടെ ആയിരുന്നു കഴിയുമ്പോൾ നമ്മളിലൊരു ബോധ്യമുണ്ടാകും. നമ്മളെ കർത്താവ് അനേക കാര്യങ്ങൾ പഠിപ്പിച്ചു തരുന്നത് എപ്പോഴാണ്? നമ്മൾ ഈ 4 വർഷമെങ്കിലും കർത്താവിൻ്റെ കൂടെ വിശുദ്ധി പാലിച്ച് വരുമ്പോഴാണ്. വിശുദ്ധ ഗ്രന്ഥത്തോടു കൂടെ ആയിരിക്കുക, ഉപവാസത്തിലും പ്രാർത്ഥനയിലുമായിരിക്കുക, വിശുദ്ധ കൂദാശകളോട് വിശ്വസ്തത പുലർത്തുക, വ്യക്തിപരമായ പ്രാർത്ഥനയിൽ നമ്മൾ ദൃഢത പ്രാപിക്കുക. ഇതെല്ലാം വരുമ്പോൾ നമ്മളിൽ ക്രിസ്തു രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. വിശുദ്ധി പാലിക്കുവാൻ അവിടുന്ന് നമ്മളെ പഠിപ്പിച്ചു തരികയാണ് ഈ സമയത്തൊക്കെ. അതിലൂടെയാണ് ദൈവിക രഹസ്യങ്ങളിലേക്ക് നമുക്ക് കടക്കുവാൻ സാധിക്കുക. അതേസമയം നമുക്ക് ആ ഈശോയെ കിട്ടിക്കഴിഞ്ഞ് നമ്മൾ അപ്പോൾ തന്നെ എടുത്തു ചാടുമ്പോൾ ഈശോ നമ്മളിൽ നിന്ന് നഷ്ടപ്പെടുകയാണ്, കൃപ നമ്മുടെ നഷ്ടപ്പെടുകയാണ്. ഈ കൃപയിൽ വരുമ്പോഴാണ് കർത്താവ് നമ്മിൽ കൂടി പ്രവർത്തിക്കുക. അല്ലെങ്കിൽ നമ്മളായിരിക്കും പലപ്പോഴും പ്രവർത്തിക്കുക. ഈശോയോട് കൂടെ ഇരുന്ന് നമ്മൾ പ്രാർത്ഥിച്ച് ശക്തി പ്രാപിക്കുമ്പോൾ
നമ്മളിലെ പാപബന്ധനങ്ങൾ ഓരോന്നായി അഴിഞ്ഞ് വിട്ടു മാറിക്കഴിയുമ്പോഴാണ് നമ്മൾ കർത്താവിൻ്റെ കൃപയിൽ വരിക. ഈ പാപത്തെ വെറുത്തുപേക്ഷിക്കുമ്പോൾ നമ്മൾ ഈശോയിലേക്ക് അടുക്കുകയാണ്. അതിലൊരു നമുക്ക് പരിപൂർണ്ണ ബോധ്യം കിട്ടിക്കഴിയുമ്പോഴാണ് വിശുദ്ധിയിൽ നമുക്ക് വളരുവാൻ സാധിക്കുക. വിശുദ്ധമായതും അശുദ്ധമായതും നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നത് നമ്മിൽ വിശുദ്ധി വരുമ്പോഴാണ്. അല്ലെങ്കിൽ നമ്മളെല്ലാം ഒരുപോലെ ആയിരിക്കും കാണുന്നത്. ഒറിജിനലും ഡ്യൂപ്ലിക്കറ്റും നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നത് എപ്പോഴാണ്? വിശുദ്ധി നമ്മളിൽ വരുമ്പോഴാണ്. അതാണ് ആത്മാർത്ഥതയും വിശ്വസ്തതയും വന്നു കഴിയുമ്പോൾ ദൈവത്തോടുള്ള വിശ്വസ്തത നമ്മുടെ വർദ്ധിക്കുകയാണ്. അതിലൂടെ കർത്താവിലുള്ള തീഷ്ണത നമ്മുടെ വർദ്ധിക്കും. പ്രാർത്ഥനയിൽ നമ്മൾ ദൃഢതയുള്ളവരായിരിക്കും. എത്ര പ്രലോഭനങ്ങൾ വന്നാലും പരീക്ഷണങ്ങൾ വന്നാലും സകലമാന തിന്മകളും വ്യാജമായിട്ടുണ്ടാക്കിയാലും ആഹ്ലാദിച്ച് ആനന്ദിക്കുവാൻ നമുക്ക് സാധിക്കുന്നത് ഈ പ്രാർത്ഥനയിലൂടെയാണ്, ഈ കാത്തിരിപ്പിലൂടെയാണ്, ഈ വചനത്തോട് കൂടെയുള്ള നമ്മുടെ ഇരിപ്പിലൂടെയും പ്രാർത്ഥനയിലൂടെയുമാണ്. അതാണ് വിറ്റുപറ ശക്തമായിട്ട് ഒരു 4 വർഷമെങ്കിലും നമ്മൾ ക്രിസ്തുവിനോട് കൂടെ ആയിരിക്കണം എന്നുള്ള കാര്യം അദ്ദേഹം ശക്തമായിട്ട് പഠിപ്പിച്ചിരുന്നു. ഇവിടെ പറയുന്നുണ്ട്, ധ്യാനം കൂടിയിട്ട് 25 വർഷമായാലും പ്രാർത്ഥനക്കാരാണ് എന്ന് പറഞ്ഞു നടക്കും. കൃപയിലായിരിക്കുകയില്ല. കുറച്ച് കഴിയുമ്പോൾ പിശാച് കൊണ്ടുപോകും. പാപം ചെയ്തിട്ട് പ്രാർത്ഥനക്കാരാണെന്ന് പറയുകയും ചെയ്യും. അപ്പോൾ നമ്മൾ ശുദ്ധ മനസ്സാക്ഷി പാലിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ ആ ക്രിസ്തുവിനെ അനുകരിക്കുന്നവരാകുന്നത്. കർത്താവിൻ്റെ കൃപയിൽ വരുമ്പോഴാണ് നമ്മുടെ പ്രാർത്ഥന ദൈവീകമായി മാറുന്നത്. അതാണ് ഈശോ പറയുന്നില്ലേ, കർത്താവേ കർത്താവേ എന്നെ വിളിച്ചപേക്ഷിക്കുന്നവനല്ല, എൻ്റെ പിതാവിൻ്റെ ഹിതം നിറവേറ്റുന്നവനെയാണ് ദൈവം ഇഷ്ടപ്പെടുന്നത് എന്ന്. ഈ പിതാവിൻ്റെ ഹിതം നിറവേറ്റുക എന്നുള്ളത് നമ്മിലെ മാനസാന്തരമാണ്. നമ്മിൽ വരുന്ന മാറ്റമാണ് പിതാവിൻ്റെ ഹിതം നിറവേറ്റുക. നമ്മളിൽ മാനസാന്തരം സംഭവിക്കുമ്പോൾ ഈശോയ്ക്ക് അവിടെ വാസമർപ്പിക്കുവാൻ സാധിക്കും. കർത്താവിൻ്റെ വചനം നമ്മൾ പാലിക്കുമ്പോഴാണ് ദൈവസ്നേഹം നമ്മളിൽ പൂർണ്ണത പ്രാപിക്കുന്നത്. ഈ ദൈവസ്നേഹം പൂർണ്ണത പ്രാപിക്കുമ്പോഴാണ് പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വൈക ദൈവം വന്ന് നമ്മിൽ വാസമർപ്പിക്കുന്നത് എന്ന് യോഹന്നാൻ ശ്ലീഹ വെളിപ്പെടുത്തുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 21-ഉം 23-ഉം തിരുവചനത്തിൽ ഞങ്ങൾ വന്ന് വാസമർപ്പിക്കും. എൻ്റെ കൽപ്പനകൾ പാലിച്ചാൽ, ദൈവത്തെ അനുസരിച്ചാൽ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വൈക ദൈവം വന്ന് മനുഷ്യരായ നമ്മിൽ വാസമർപ്പിക്കും. അവിടെയാണ് കർത്താവിൻ്റെ കൃപ പ്രവർത്തിക്കുക. അപ്പോൾ പിന്നെ എല്ലാം ഈശോയായിരിക്കും പ്രവർത്തിക്കുക. അതുകൊണ്ടാണ് വിറ്റുപേർ എടുത്തു പറയുക, നമ്മൾ ധ്യാനം കൂടി നടന്നാലും, നമ്മൾ പ്രാർത്ഥനക്കാരായിട്ട് നടന്നാലും, നമ്മിൽ മാനസാന്തരം സംഭവിച്ചില്ല എങ്കിൽ നമ്മൾ അതേ പടിയിരിക്കും. അതിനുശേഷം അദ്ദേഹം ഒരു ആത്മീയ രഹസ്യം വെളിപ്പെടുത്തുന്നുണ്ട്, കൈവപ്പ് ശുശ്രൂഷയെക്കുറിച്ച്. നമ്മളിൽ വിശുദ്ധി ഇല്ലാതെ നമ്മൾ കൈവയ്ക്കുമ്പോൾ, നമ്മൾ പാപബന്ധനത്തിലാണെങ്കിൽ, നമ്മൾ അശുദ്ധിയിലാണെങ്കിൽ, മദ്യത്തിനടിമയാണെങ്കിൽ, അതുപോലെ പല പാപങ്ങൾക്കും നമ്മൾ അടിമയാണെങ്കിൽ, അതുപോയി നമ്മൾ മറ്റൊരു വ്യക്തിക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുക എന്നാണ് അദ്ദേഹം പറയുക. അതുകൊണ്ട് വിശുദ്ധമായ ഏറ്റവും ശ്രേഷ്ഠമായ കൃപയാണ് കൈവപ്പ്. കൈവപ്പ് പ്രാർത്ഥനയിലൂടെയാണ് നമുക്ക് ആത്മാവിനെ ലഭിക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ സഭാ പിതാക്കന്മാർ കൈവപ്പ് ശുശ്രൂഷയിലൂടെയാണ് ദൈവിക ശുശ്രൂഷയ്ക്ക് അടുത്ത അവകാശികളെ പങ്കുകാരാക്കുന്നത്. ഓരോ കൈവപ്പ് ശുശ്രൂഷ നമ്മൾ നടത്തുമ്പോഴും സാധാരണക്കാരായ മനുഷ്യർ ദൈവത്തോട് കൂടെ അല്ലാതെ നമ്മൾ ചെയ്യുമ്പോൾ അവിടെ അശുദ്ധി ഉണ്ടാകുന്നു എന്ന് അദ്ദേഹം വെളിപ്പെടുത്തുകയാണ്. അതിൽ പറയുകയാണ്, കൈവയ്ക്കുമ്പോൾ 3 ശക്തികളാണ് നമ്മൾ വരിക. 2 തിമോത്തി 1:6-7 തിരുവചനത്തിൽ ദൈവശക്തിയുടെയും ദൈവസ്നേഹത്തിൻ്റെയും ആത്മനിയന്ത്രണത്തിൻ്റെയും ആത്മാവിനെയാണ് ഓരോ കൈവപ്പിലൂടെയും നമുക്ക് ലഭിക്കുക. ദൈവത്തിൻ്റെ ശക്തി, ദൈവത്തിൻ്റെ സ്നേഹം, ആത്മനിയന്ത്രണം, ഈ 3 പുണ്യങ്ങൾ നമ്മുടെ മേൽ ആവസിക്കുകയാണ് ഓരോ കൈവപ്പിലും.
അപ്പോൾ ആ ശുശ്രൂഷയുടെ മഹാത്മ്യത്തെക്കുറിച്ച് നമ്മൾ ഓരോരുത്തരും ബോധവാന്മാരായിരിക്കുന്നത് നല്ലതാണ്. അതിനുശേഷം ഇവിടെ പറയുന്നുണ്ട് 1 തിമോത്തി 5:24 ചിലരുടെ പാപങ്ങൾ വേഗം വെളിപ്പെടും, ചിലരുടെ പാപങ്ങൾ ന്യായവിധിയിലേക്ക് പോകും, ചിലരുടെ പാപങ്ങൾ കുറച്ച് കഴിഞ്ഞ് വെളിപ്പെടുകയുള്ളൂ, അതുപോലെ തന്നെ സൽപ്രവൃത്തികളും വെളിപ്പെടും എന്ന്. അപ്പോൾ നമ്മളുടെ പാപങ്ങൾ എപ്പോഴാണ് വെളിപ്പെടുത്തുന്നത്? ആ ക്രിസ്തുവിൻ്റെ വചനത്തിലേക്ക് നമ്മൾ ആഴമായിട്ട് പോകുമ്പോഴാണ്. പാപം എന്താണ്, നീതി എന്താണ്, ന്യായവിധി എന്താണ് എന്നെല്ലാം നമുക്ക് മനസ്സിലാക്കി തരുന്ന എപ്പോഴാണ്? ക്രിസ്തുവിൻ്റെ വചനത്തിലേക്ക് നമ്മൾ പോകുമ്പോഴാണ് നമ്മളിലെ അന്ധകാരം പുറത്തു വരിക. നമ്മളിലെ പാപങ്ങൾ ഓരോന്നായി നമ്മളെടുത്ത് കൺഫസ് ചെയ്യുന്നത്, നമ്മളിൽ മാനസാന്തരം സംഭവിക്കുന്നത്, യേശുവിൻ്റെ വിശുദ്ധിയിലേക്ക് നമ്മൾ വരുമ്പോഴാണ് ആ പാപത്തിൻ്റെ കാഠിന്യം നമുക്ക് മനസ്സിലാകുക. അതാണ് വിശുദ്ധ അഗസ്തീനോസൊക്കെ പറയുന്നുണ്ട്, കർത്താവെ, അങ്ങിലെത്താൻ ഞാൻ എത്ര വൈകിപ്പോയി ആണ് അവർ പറയുക. അവർക്ക് ആ ക്രിസ്തുവിൻ്റെ പിന്നാലെ പോയപ്പോഴാണ് യഥാർത്ഥ പ്രകാശത്തെ അവർക്ക് മനസ്സിലാകുക. അതിലൂടെ തന്നിലുള്ള അന്ധകാരം അവർക്ക് മനസ്സിലാകുകയാണ്. എല്ലാ വിശുദ്ധർക്കും അവനവനുള്ള പാപബന്ധനങ്ങൾ, അശുദ്ധിയെ എല്ലാം മനസ്സിലാകുന്ന എപ്പോഴാണ്? ദൈവത്തിൻ്റെ പ്രകാശത്തിലേക്ക് നമ്മൾ അടുക്കുമ്പോഴാണ്. നമ്മുടെ സൽപ്രവർത്തികളും നമ്മുടെ വിശുദ്ധിയും മനസ്സിലാകുന്നതും നമ്മൾ വിശുദ്ധി പാലിക്കും തോറുമാണ്. അതുകൊണ്ട് നമ്മുടെ പാപങ്ങൾ പെട്ടെന്ന് വെളിപ്പെടുകയില്ല. ചില പാപങ്ങൾ ദൈവം നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കി തരും. ഇന്ന പാപങ്ങൾ കിടപ്പുണ്ട്. ഒരു വ്യക്തിയിലോട്ട് നമ്മൾ അടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും എത്രമാത്രം പാപം ആ വ്യക്തിയിലുണ്ട്. ക്രിസ്തുവിൻ്റെ വചനം പോയി അവരിൽ അടിക്കുമ്പോൾ, അത് ദിവ്യബലിയുടെ സമയത്ത് ആരെങ്കിലും മധ്യസ്ഥ പ്രാർത്ഥനകൾ നടത്തുമ്പോൾ ഒക്കെയാണ് ഓരോ പാപബന്ധനങ്ങൾ നമ്മളിൽ നിന്ന് അഴിഞ്ഞ് നമ്മുടെ ക്രിസ്തുവിൻ്റെ പ്രകാശത്തിലേക്ക് വരിക. അത് നമ്മൾ സ്വയം മനസ്സിലാക്കി തിരിച്ചറിഞ്ഞ് ക്രിസ്തുവാകുന്ന ആ പ്രകാശത്തിലേക്ക് നമ്മൾ ഓരോരുത്തരും വരുവാൻ കടപ്പെട്ടവരാണ്. അതിനുശേഷം വിക്ടർ പറയുന്നുണ്ട്, യാത്രയിൽ അദ്ദേഹം 2 സഹോദരിമാരെ കണ്ടുമുട്ടുന്നുണ്ട്. ഞങ്ങൾ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഒരു സ്ഥലത്ത് കയറി. അവിടെ 2 സഹോദരിമാർ ഉണ്ടായിരുന്നു. അവർ കർത്താവിൽ വരുവാൻ ആഗ്രഹമുള്ളവരായിരുന്നു. കുറച്ച് വർഷങ്ങളായി അവർ പ്രാർത്ഥനയുമായി നടക്കുകയാണ്. അവർ യേശുവിനെ കാണുകയോ അറിയുകയോ ചെയ്തിട്ടില്ല, കൃപയിലും വന്നിട്ടില്ല. അവർക്ക് ഭർത്താക്കന്മാരെ സ്നേഹിക്കുവാൻ കഴിയുന്നില്ല. ആദ്യം ഭർത്താവിനെ സ്നേഹിച്ച് എളിമപ്പെട്ട് നിന്നെങ്കിലേ കർത്താവിൻ്റെ കൃപയിൽ വരുവാൻ സാധിക്കുകയുള്ളൂ. 1 പത്രോസ് 3:1 എഫെസോസ് 5:22 ഇവർ ഇതൊന്നും അറിയാതെ നടക്കുകയാണ്. 1 കൊറിന്തോസ് 7 ഈ വചനങ്ങളെല്ലാം പാലിക്കുമ്പോഴാണ് അവർ ഈശോയുടെ സ്വന്തമായി മാറുക. അല്ലാതെ നമുക്കൊരിക്കലും ക്രിസ്തുവിനെ ദർശിക്കുവാൻ സാധിക്കുകയില്ല. ഭാര്യമാർ ഭർത്താക്കന്മാരെ സ്നേഹിക്കുമ്പോഴും ഭർത്താക്കന്മാർ ഭാര്യമാരെ സ്നേഹിക്കുമ്പോഴുമാണ് ആ കൂദാശ അവിടെ പൂർണ്ണമാകുക. അതിലൂടെയാണ് വിശുദ്ധമായ ഒരു കുടുംബമായി മാറുക. നമ്മൾ ധ്യാനിച്ച ഈ വചനത്തോട് വിശ്വസ്തത പുലർത്തുന്നതിനും വിശുദ്ധി പാലിക്കുന്നതിനും പരിശുദ്ധ മറിയത്തിൻ്റെ സഹായം നമുക്ക് അപേക്ഷിക്കാം. നമ്മളിൽ തന്നെ ഒരു കണ്ടെത്തൽ നടത്തുവാൻ, ഒരു മാനസാന്തരം നമ്മിൽ തന്നെ ഉണ്ടാകുവാൻ അത്യുന്നതനായ ദൈവത്തിൻ്റെ സഹായം നമുക്ക് അപേക്ഷിക്കാം. തീർച്ചയായിട്ടും പരിശുദ്ധ മറിയത്തിൻ്റെ സഹായത്തിലൂടെ നമുക്ക് നമ്മുടെ ഈശോയെ സ്വന്തമാക്കുവാൻ സാധിക്കും. ഈശോ മിശിഹായുടെ വാഗ്ദാനമായ നിത്യജീവനിലേക്ക് നമ്മളെ കൈപിടിച്ച് നടത്തുവാൻ പരിശുദ്ധ മറിയത്തിൻ്റെ മധ്യസ്ഥം നമുക്ക് യാചിച്ചുകൊണ്ട് ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.